വെൽക്കം ടു ഫുഡ് ടാഗ്. മുട്ട ചേർക്കാതെ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ നല്ലൊരു കേക്കാണ് ഇന്ന് കാണാൻ പോണത്. കണ്ടൻസ് മിൽക്ക് കേക്ക് എന്നാണ് ഈ ഒരു കേക്കിനെ നമ്മൾ പറയാറ്. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. സ്വതേ കണ്ടൻസ് മിൽക്ക് കൊണ്ട് എന്തുണ്ടാക്കിയാലും ടേസ്റ്റാണ്. പിന്നെ കേക്കിൽ അത് ചേർത്ത് കഴിഞ്ഞാലോ പറയാനുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ആദ്യം വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കണ്ടൻസ് മിൽക്കാണ്. ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. നോ കുക്ക് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ. ഇതിന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടൻസ് മിൽക്കാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, കാണൂ കേട്ടോ. അടുത്ത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര. ഇത് മൂന്നും കൂടെ ആദ്യം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്ററുടെ ആവശ്യമില്ല കേട്ടോ, വിസ്ക് കൊണ്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എഗ്ലെസ് കേക്ക് എപ്പോഴും വിസ്ക് വെച്ച് ചെയ്യണതാണ് കൂടുതൽ നല്ലത്. ഓയിലും കണ്ടൻസ് മിൽക്കും പഞ്ചസാരയും കൂടെ ഒന്നിച്ച് മിക്സായി കിട്ടണം. അത് സെപ്പറേറ്റായി നിൽക്കരുത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നാലാണ് നമ്മുടെ കേക്കിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടുക. അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം വിസ്ക് കൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലൊരു ബാറ്ററായി കിട്ടാനായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പാലൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പാൽ കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണത്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കേക്ക് വീഡിയോ എഗ്ലെസ് ഹണി കേക്കായിരുന്നു. അതിന് കിട്ടിയ സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അത്രയ്ക്ക് നല്ല സപ്പോർട്ടാണ് നിങ്ങൾ തന്നത്. കുറേ പേര് ഉണ്ടാക്കി നോക്കിയെന്നും പറഞ്ഞു. അപ്പോൾ അതുപോലെ ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സപ്പോർട്ട് ചെയ്യണം. കേക്ക് ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിരിക്കണവർ കുറേ പേര് ഇപ്പോഴും ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമല്ലേ. എഗ്ലെസ് ആദ്യം ട്രൈ ചെയ്ത് നോക്കൂ, അതിന് ശേഷം എഗ്ഗിലേക്ക് കടന്നാൽ മതിയല്ലോ. എഗ്ലെസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഏതൊരു കേക്ക് ചെയ്യണ സമയത്തും ഓവർ മിക്സ് ചെയ്യാതിരിക്കുക. നല്ല സോഫ്റ്റായിട്ട് വേണം ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഞാനിതിൽ വനില ഫ്ലേവറൊന്നും ചേർക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം. ഒരു ഫ്ലേവറും ചേർക്കാതെയാണ് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കണേ. ഞാൻ ബ്രെഡ് ടിന്നിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കണേ. അതിനായിട്ടൊരു ബട്ടർ പേപ്പർ ലൈൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എഗ്ലെസ് കേക്ക് എപ്പോഴും നടുഭാഗം കുറച്ച് പൊങ്ങി നിൽക്കും. നമ്മൾ എത്ര ലെവൽ ചെയ്താലും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ടെൻഷനൊന്നും ആവാനില്ല. അപ്പോൾ അത് സ്ക്വയർ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്യണം. അപ്പോൾ 170 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. ഇത് സ്റ്റൗ ടോപ്പിലും ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് ആറിയ ശേഷം അൺമോൾഡ് ചെയ്യാം. ഈ കേക്ക് ഐസിങ് ചെയ്തെടുക്കണമെങ്കിൽ 6 ഇഞ്ച് ടിന്നിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല 3 ലെയേഴ്സായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഹൈറ്റ് വേണമെങ്കിൽ 5 ഇഞ്ചും എടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ആറിയ ശേഷമാണ് കട്ട് ചെയ്തെടുക്കണത്. ഇനിയിപ്പോൾ ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർത്ത് ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വേറെ ലെവലായിരിക്കും കേക്ക് ബട്ടർ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ നല്ലൊരു ടീ ടൈം കേക്കായിട്ട് ഉപയോഗിക്കാം. ഐസിങ് ചെയ്തെടുക്കാം. ഇൻസ്റ്റൻറ്റ് കണ്ടൻസ് മിൽക്കിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആ കണ്ടൻസ് മിൽക്ക് കൊണ്ട് ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ട് വരാമെന്ന്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു കണ്ടൻസ് മിൽക്ക് കേക്ക് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയ കണ്ടൻസ് മിൽക്ക് ആയാലും വീട്ടിലെ കണ്ടൻസ് മിൽക്ക് ആയാലും നമുക്ക് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് നോക്കൂ. എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണ്ടൻസ് മിൽക്ക് ഇപ്പോൾ എല്ലാവിടെയും അവൈലബിൾ ആണ്. വീട്ടിലുണ്ടാക്കാം. ചെറിയൊരു ബോട്ടിൽ വാങ്ങിയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്